നമസ്കാരം. ജാർഖണ്ഡ് മുഖ്യമന്ത്രിയായി ജാർഖണ്ഡ് മുക്തി മോർച്ച നേതാവ് ചമ്പൈ സോറൻ സത്യപ്രതിജ്ഞ ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. സർക്കാർ ഉണ്ടാക്കാൻ ഭൂരിപക്ഷമുണ്ടെന്നറിയിച്ച് ഒരു ദിവസത്തിന് ശേഷമാണ് ഗവർണറുടെ ക്ഷണമുണ്ടായത്. 10 ദിവസത്തിനകം തന്നെ ഈ സർക്കാർ ഭൂരിപക്ഷം തെളിയിക്കണമെന്ന ഒരാവശ്യം ഗവർണർ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ 5-ാം തീയതി തന്നെ തങ്ങൾ ഭൂരിപക്ഷം തെളിയിക്കുമെന്നാണ് നിയുക്ത മുഖ്യമന്ത്രിയായ ചമ്പൈ സോറൻ അവകാശപ്പെട്ടിരിക്കുന്നത്. അന്ന് വിശ്വാസ വോട്ടെടുപ്പ് തേടുമെന്നുകൂടി ഇവർ അറിയിക്കുന്നുണ്ട്. എന്തായാലും ഹേമന്ത് സോറൻ ഇല്ലാത്ത ജാർഖണ്ഡ് മുക്തി മോർച്ച എങ്ങനെയായിരിക്കും എന്ന ഒരു ചോദ്യം ഇവിടെ അവശേഷിക്കുന്നുണ്ട്. കാരണം ഈ ജാർഖണ്ഡ് മുക്തി മോർച്ച അഥവാ ജെഎംഎം എന്ന പ്രസ്ഥാനത്തിന്റെ നട്ടെല്ല് തന്നെ ഹേമന്ത് സോറനാണ്. അദ്ദേഹമാണ് ഇപ്പോൾ അഴിക്കുള്ളിലായിരിക്കുന്നത്. ഹേമന്ത് സോറന് പകരം വെക്കാൻ അവിടെ ആ പ്രസ്ഥാനത്തിൽ മറ്റൊരു നേതാക്കളുമില്ല. അത്ര കണ്ട് ജനകീയനായ ഒരു നേതാവും ആ പാർട്ടിക്ക് എടുത്തു പറയത്തക്കതായില്ല. നമുക്കറിയാം, ഈ ഒറ്റയാൾ പാർട്ടി എന്ന നിലയ്ക്ക് തന്നെ മുന്നോട്ട് പോകുന്ന ഒരു പ്രസ്ഥാനമാണ് ജെഎംഎം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഒരുപക്ഷെ ഇന്നലെ നമ്മൾ കേട്ടതാണ് പുതിയ സർക്കാരിന് അതെങ്കിൽ ഈ ചമ്പൈ സോറന് പിന്തുണയുമായി 47 MLA-മാർ ഒപ്പമുണ്ട് എന്നായിരുന്നു ആദ്യം ജാർഖണ്ഡ് മുക്തി മോർച്ച പറഞ്ഞത്. പിന്നീട് ഈ 47 എന്നുള്ള സംഖ്യ 44ലേക്ക് മാറുന്നു. 44 MLA-മാരുടെ പിന്തുണ തങ്ങൾക്കുണ്ട് എന്ന് പറയുന്നു. പക്ഷേ ഏറ്റവും ഒടുവിൽ അവസാന മണിക്കൂറുകൾ വന്ന റിപ്പോർട്ട് അനുസരിച്ച് 39 MLA-മാരുടെ പിന്തുണ മാത്രമേ ഈ ചമ്പൈ സോറന് ഉള്ളൂ. അതിൽ തന്നെ എത്ര പേർ ഇനി കൊഴിഞ്ഞു പോകുമെന്നുള്ളത് നമ്മൾ കണ്ടറിയണം. കാരണം മന്ത്രിസഭയുടെ വിവരങ്ങൾ ഉൾപ്പെടെ ഇപ്പോഴും പുറത്തു വിട്ടിട്ടില്ല. പല MLA-മാർക്കും മന്ത്രി കസേരയിൽ എത്താനുള്ള മോഹമുണ്ട് താനും. അതുകൊണ്ട് തന്നെ മന്ത്രിസ്ഥാനം നോക്കിയിരിക്കുന്ന MLA-മാരെ സംബന്ധിച്ച് ഇത് നിർണായക നിമിഷം തന്നെയാണ്. വലിയ ഒരു പ്രതിസന്ധി തന്നെ സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്ന് നമുക്ക് ഉറപ്പാണ്. കാരണം ഈ ജാർഖണ്ഡ് മുക്തി മോർച്ചയിലുള്ള MLA-മാരെ മറ്റൊരു സംസ്ഥാനത്തേക്ക് ഇപ്പോൾ മാറ്റിയിട്ടുണ്ട്. അതും കോൺഗ്രസ് ഭരിക്കുന്ന ഒരു സംസ്ഥാനത്തേക്ക് തന്നെ മാറ്റിയിട്ടുണ്ട് 39 MLA-മാരെ. പക്ഷേ ഇവരിൽ പലരും എപ്പോഴെങ്കിലും പിന്തുണ പിൻവലിക്കുമോ അല്ലെങ്കിൽ ഇതിനു മുൻപ് തന്നെ ഇവരുമായി BJP ഉൾപ്പെടെയുള്ള പാർട്ടികൾ ചർച്ചകൾ നടത്തിയിട്ടുണ്ടോ എന്ന കാര്യത്തിലൊന്നും തന്നെ ഒരു വ്യക്തത വന്നിട്ടില്ല. നമുക്കറിയാം, അവിടെ നിന്നും MLA-മാരെ ചാടിക്കുന്നതിലും എളുപ്പമായിരിക്കും കോൺഗ്രസിന്റെ MLA-മാരെ കൂടെ കൂട്ടാൻ BJPക്ക്. കാരണം കോൺഗ്രസിന്റെ MLA-മാർ പല സംസ്ഥാനങ്ങളിലും അങ്ങനെ തിരിഞ്ഞ് BJPക്കൊപ്പം വന്ന ഒരു കാഴ്ച രാജ്യം ഇതിനു മുൻപും കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവസാന നിമിഷം വരെയും എന്തും സംഭവിക്കാം എന്നുള്ള ഒരു സ്ഥിതിവിശേഷത്തിലൂടെയാണ് ജാർഖണ്ഡ് എന്ന സംസ്ഥാനം കടന്നു പോകുന്നത്. പ്രത്യേകിച്ചും അമിത ആത്മവിശ്വാസത്തിന്റെ ഭാഗമായി ചമ്പൈ സോറൻ തന്നെ പറഞ്ഞിരിക്കുന്നു 5-ാം തീയതി തന്നെ ഞങ്ങൾ വിശ്വാസ വോട്ടെടുപ്പിനെ നേരിടുമെന്നത്. എന്തായാലും BJP അവിടെ സർക്കാർ രൂപീകരിക്കുമോ എന്ന തരത്തിലുള്ള ചില ചർച്ചകളൊക്കെ നടന്നിരുന്നു. തങ്ങളുടെ MLA-മാരെ BJP ചാക്കിട്ട് പിടിക്കുന്നു എന്നുള്ള ആരോപണം ഉൾപ്പെടെ അവിടെ ഉയർന്നിട്ടുണ്ടായിരുന്നു. നിലവിൽ എന്തായാലും BJP ഏതൊക്കെ MLA-മാരുമായി ബന്ധപ്പെട്ടു എന്ന തരത്തിലുള്ള വിവരങ്ങളൊന്നും തന്നെ പുറത്തു വന്നിട്ടില്ല. ചുരുക്കി പറഞ്ഞാൽ വിശ്വാസ വോട്ടെടുപ്പ് കഴിയുന്നത് വരെ ജാർഖണ്ഡിൽ എന്തും സംഭവിക്കാം എന്നുള്ള ഒരു സ്ഥിതിവിശേഷമുണ്ട്. ജനാധിപത്യത്തിന്റെ ഒരു സുന്ദരകാലം എന്നൊക്കെ വേണമെങ്കിൽ പരിഹാസ രൂപേണ നമുക്ക് പറയാൻ സാധിക്കും. കാരണം സ്വന്തം പാർട്ടിയിലെ MLA-മാർ എപ്പോൾ കൂടുമാറി പുറത്തേക്ക് പോകുമെന്ന് അറിയാതെ ഒരു പ്രസ്ഥാനം മുന്നോട്ട് പോകുന്നത് വല്ലാത്ത ഒരു സ്ഥിതിവിശേഷം തന്നെയാണ്. എന്തായാലും MLA-മാർ നെട്ടോട്ടത്തിലാണ്. മന്ത്രി കസേര തനിക്ക് ലഭിക്കുമോ, എങ്ങോട്ടേക്ക് മറുകണ്ഠം ചാടണം തുടങ്ങി വലിയ ചർച്ചകൾ തന്നെയാണ് ജാർഖണ്ഡിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ആർക്കും ഒരു ഉറപ്പുമില്ല. 5-ാം തീയതി മാത്രമേ അവിടെ പുതുതായി അധികാരത്തിലേറ്റ മുഖ്യമന്ത്രിക്ക് പോലും ഭരിക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടാകുമോ എന്ന് അറിയാൻ സാധിക്കും. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.